ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 3 and 4. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്നത്തെ രാത്രി വീണ്ടും അടിയങ്ങൾ താണിരിക്കുക. പച്ച കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമേറിയ മർമ്മങ്ങൾ നിറഞ്ഞ ഈ തിരുവചനം ഒരു വലിയ ആത്മീക മുന്നേറ്റത്തിലേക്ക് ഞങ്ങളെ നയിപ്പാറ്റക്കൊണ്ട് ശക്തമായിരിക്കുന്ന ഈ പരിശുദ്ധ വചനം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ എഴുതണമേ കർത്താവേ. ഞങ്ങൾ കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല, പിന്നെയോ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് രൂപാന്തരം പ്രാപിച്ച് അങ്ങയുടെ ഹിതപ്രകാരം ആയിത്തീരുന്നവരായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ വരവിനായി കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ആഴമേറിയ ഒരു വിഷയമായി ഇന്നത്തെ രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രാരംഭമായി നാം ഈ കേട്ട വചനത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യന് ജീവിക്കുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ജഡത്തിലെ ബലഹീനതയാണ്. എന്താണ് ജഡത്തിലെ ബലഹീനത? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു വീക്ക്നെസ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്താണെന്ന് ചോദിച്ചാൽ വീക്ക് ത്രൂ ദ ഫ്ലഷ്. ജഡത്തിലുള്ള ബലഹീനത എന്ന് പറഞ്ഞാൽ അകത്ത് ആത്മാവിന് ആഗ്രഹം ഉണ്ടെങ്കിലും ജഡം അതിന് സമ്മതിക്കുന്നില്ല. കാരണം മനുഷ്യന് പാപ ഇച്ഛ, പാപം ചെയ്യുവാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യൻ്റെയും ജഡത്തിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ട്. നമുക്കറിയാം, ആദം പാപത്തിൽ വീണു, അനുസരണക്കേട് കാണിച്ചു, പാപത്തിൻ്റെ വിത്ത് അവനിലേക്ക് കടന്നു വന്നു, അവൻ ആത്മീയമായി മരിച്ചു. അതിനുശേഷം ആദമിൻ്റെ സന്തതിയായി അന്നു മുതൽ ഇന്ന് വരെയുള്ള സകല മനുഷ്യരിലും പാപം വാഴുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന് ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് എത്ര ശ്രമിച്ചാൽ പോലും പലപ്പോഴും ജയിക്കുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജഡത്തിലുള്ള അവൻ്റെ ബലഹീനതയാണ്. കാരണം വീക്ക്നെസ്, ഹല്ലേലൂയ, പാപത്തെ ജയിക്കുവാൻ തക്കവണ്ണം തന്നിൽ തന്നെ മനുഷ്യന് കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസ് പോലും ഇതിൻ്റെ മുമ്പിലത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അല്ലേ? അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്താണ്? നന്മ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്. 7-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കിക്കേ. 7-18 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പോൾ ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം നമുക്കറിയാം. താൻ ഓർമ്മ വെച്ച നാട് മുതൽ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ദൈവവചനപ്രകാരം, ഹല്ലേലൂയ, യാതൊരു കുറവും തന്നെ ഇല്ലാതിരിപ്പാൻ തക്കവണ്ണം തന്നെ തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പരീശനായിരുന്നു താൻ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവിനുണ്ട്, പക്ഷേ എനിക്കതിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ നോക്കിക്കേ സഹോദരങ്ങളെ, ഈ ബലഹീനത, ജഡത്തിൻ്റെ ഈ ബലഹീനത, മനുഷ്യൻ്റെ ഈ വേദന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഈ ഭാരം, കാരണം കർത്താവേ അങ്ങയുടെ ഇഷ്ടം എനിക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം
എനിക്ക് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ കരച്ചില് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് താൻ അതിനൊരു പരിഹാരം വരുത്തിയത് ആരിലൂടെയാണെന്നറിയാമോ? തൻ്റെ പുത്രനെ അയച്ച മനുഷ്യനെ എന്നേക്കുമായി വിടുവിച്ചതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. തൻ്റെ പുത്രനെ പാപജഡത്തിൽ അയച്ചു എന്നല്ല പറഞ്ഞത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. നമ്മെ പോലെ സ്വർഗത്തിൽ നിന്ന് തൻ്റെ പുത്രനായ ദൈവമായ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ഈ ഭൂമിയിൽ വസിച്ചു. നമ്മിൽ ഒരാളെ പോലെ ഈ ലോകത്തിൽ താൻ ജീവിച്ചു. ഒരു മനുഷ്യനെ പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു. അത് മാത്രമല്ല, ഈ ജഡത്തിൽ തൻ്റെ ജഡത്തിൽ അവൻ പാപത്തിന് ശിക്ഷയെ അനുഭവിച്ചു. ഹല്ലേലൂയ. ഒരു പാപി ദൈവസന്നിധിയിൽ ഏൽക്കേണ്ട ശിക്ഷ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ ഏറ്റതായിട്ടാണ് ഇവിടെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. ഫൈനലായിട്ട് പാപത്തെ ജയിക്കുവാൻ തക്കവണ്ണം, മരണത്തെ ജയിപ്പാൻ തക്കവണ്ണം തൻ്റെ പുത്രനിലൂടെ, തൻ്റെ പുത്രന്റെ ശരീരത്തിലൂടെ ദൈവം ഒരു വഴി ഒരുക്കിയതായിട്ടാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളെ, ഇത് മനസ്സിലാക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ മുന്നോട്ട് വരുന്ന വാക്യങ്ങളിൽ അല്ലെങ്കിൽ നാം പഠിക്കുവാൻ പോകുന്ന ഭാഗങ്ങളിൽ ഇത് വ്യക്തമായിട്ട് നമുക്കിപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ഇവിടെ ശ്രദ്ധിച്ചേ, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. ഇവിടെ ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പാപത്തെ ജയിക്കുവാനുള്ള ഒരൊറ്റ വഴി എന്തെന്ന് ചോദിച്ചാൽ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പാപത്തെ ജയിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ഈ നമുക്ക് സദൃശ്യമായി ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പാപത്തിൻ്റെ മേൽ ജയമെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ തൻ്റെ ഇഷ്ടത്തിലല്ല ജീവിച്ചത്, പിന്നെയോ താൻ ആത്മാവിൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ചു. വളരെ വ്യക്തമായിട്ട് പറയണമേ, ചിന്തിക്കണമേ സഹോദരങ്ങളെ. പലപ്പോഴും മനുഷ്യർ പറയാറുണ്ട്, നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, യേശു കർത്താവ് പാപം ചെയ്യാതിരുന്നത്, യേശു കർത്താവ് പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചതിന്റെ കാരണം താൻ ദൈവമായിരുന്നത് കൊണ്ടാണെന്നാണ്. ഹല്ലേലൂയ. താൻ ദൈവമായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമുക്ക് മാതൃകയായി കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ തൻ്റെ ദൈവത്വത്തിലല്ല താൻ ജീവിച്ചത്, പിന്നെയോ തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിലാണ് ജീവിച്ചത്. തനിക്ക് തൻ്റെതായ ഒരു വില്ലുണ്ടായിരുന്നു. നമ്മെ ഓരോരുത്തരെയും പോലെ ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവിനുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നതിന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്തോന്നറിയാമോ? ഹല്ലേലൂയ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ എന്നിലാകട്ടെ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ ദൈവമക്കളെ? ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവർക്ക് 3 പേർക്കും ഇഷ്ടം ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന്? നോട്ട് മൈ വിൽ, ലെറ്റ് ദൈ വിൽ ബി ഡൺ. അങ്ങയുടെ ഇഷ്ടം തന്നെ നിവർത്തിയാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മനുഷ്യനായി യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തനിക്ക് സ്വയമായ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. താൻ മനുഷ്യനാണ്, തനിക്ക് വേണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട് വേണം ജീവിക്കാൻ പറ്റും. പക്ഷേ അവിടെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പിതാവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുകയാണ്. എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടമല്ല, ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. അത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല വന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ വന്നത്. അത് മനസ്സിലാക്കി സഹോദരങ്ങളെ. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മനുഷ്യനായിരുന്ന തനിക്ക് തൻ്റെ ഇഷ്ടമുണ്ടായിരുന്നു. ഹല്ലേലൂയ. തനിക്ക് വേണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാതിരിക്കാമായിരുന്നു. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പോലെ, നമ്മുടെ ഇഷ്ടത്തിൽ നാം ജീവിക്കുന്നത് പോലെ യേശു കർത്താവിന് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. അതാണ് അവിടെ കാണിക്കുന്നത്, എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അവിടെയൊക്കെയും യേശു കർത്താവ് നാം ഈ വായിച്ച വചനത്തിനകത്ത് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അവൻ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചത്, പാപത്തെ അവൻ ജയിച്ചത്, പാപത്തെ അവൻ ഓവർകം ചെയ്തത് 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജഡത്തെ അല്ല താൻ ആത്മാവിനെ അനുസരിച്ച് നടന്നതുകൊണ്ട്.
ഇപ്പൊ ഇവിടെ നമ്മളോട് പറയുകയാണ്, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ചു നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ന്യായപ്രമാണത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ദൈവം നമുക്ക് കാണിച്ചു വച്ചിരിക്കുന്ന മാതൃക, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നീതി, ഇതൊക്കെയും നിവർത്തിക്കപ്പെടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നല്ലേ അറിയാമോ? ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മൾ ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നമ്മളിപ്പോൾ ന്യായപ്രമാണമെന്ന് നമ്മൾ കേട്ടല്ലോ. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഭാഷയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഈ ന്യായപ്രമാണത്തെ കർത്താവ് യഹോവയായ ദൈവം മാറ്റി. പിതാവാം ദൈവം ന്യായപ്രമാണത്തെ തൻ്റെ പുത്രനിലൂടെ ഇല്ലാതെയാക്കി. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവവചനം പഠിച്ച് താഴേക്ക് വരുന്നുണ്ടേ. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു കർത്താവ് 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ക്രൈസ്റ്റ് വാസ് ദി എൻഡ് ഓഫ് ദി ലോ. ഹല്ലേലൂയ. അത് മാത്രമല്ല, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അവൻ പഴയ നിയമത്തെ ഒബ്സൊലറ്റ് ചെയ്തു, അബോളിഷ് ചെയ്തു. അപ്പൊ നമ്മൾ വചനത്തിൽ പഠിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തെ കൃപ വന്നപ്പോൾ, പുതിയ നിയമത്തിലൊക്കെ കൃപ വന്നപ്പോൾ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ പഴയ നിയമത്തെ അവൻ ഇല്ലാതാക്കിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ന്യായപ്രമാണത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്? എന്താണ് പിന്നെ പുതിയ നിയമത്തിലെ ന്യായപ്രമാണം എന്ന് പറയുന്നത്? എന്താണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ? അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്നത്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം അടിമത്തത്തിലായിരിക്കുന്ന അനുഭവങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ പലപ്പോഴും നമ്മൾ വീണുപോകുന്നെങ്കിൽ, പലപ്പോഴും നമ്മൾ താണുപോകുന്നുവെങ്കിൽ, തോറ്റുപോകുന്നുവെങ്കിൽ, ഈ ഇന്ന് കേൾക്കുന്ന ഈ തിരുവചനം വളരെ വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ആ തോൽക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും, കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയും. ഇത്ര നാൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേഗത പോരാ എന്ന് നമുക്ക് തോന്നിയാൽ, ഇന്ന് ഈ കേൾക്കുന്ന മർമ്മങ്ങൾ, ദൈവവചനത്തിന്റെ ആത്മീക മർമ്മങ്ങൾ നമ്മുടെ വേഗത കൂട്ടും, ആത്മീയ വേഗത കൂട്ടും, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. അതിലെ നാം ആരാണെന്നുള്ള ചിന്ത, നാം ആരാണെന്നുള്ള ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മുടെ ഉള്ളിൽ തരും. നമുക്ക് എന്ത് കഴിയും, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഹല്ലേലൂയ, നമ്മളിൽ സ്വർഗം തന്നിരിക്കുന്ന നിക്ഷേപം എന്താണ്, അവൻ നമുക്ക് വേണ്ടി പകർന്നു തന്നിരിക്കുന്ന ശ്രേഷ്ഠമേറിയ സ്പിരിച്വൽ ക്രെഡൻഷ്യൽസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ രാത്രി ഈ വചനത്തിന്റെ മുമ്പാകെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു കർത്താവ് പറഞ്ഞു, എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ശ്രദ്ധിക്കണമേ. അപ്പോൾ പുതിയ നിയമത്തിൽ ന്യായപ്രമാണം നീങ്ങിയിട്ടില്ല, ന്യായപ്രമാണം മാറിപ്പോയിട്ടില്ല, ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തന്നെ തന്റെ വായിലൂടെ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല വന്നത്. ഐ ഹാവ് കം ടു ഡിസ്ട്രോയ് ദ ലോ ബട്ട് ഐ കെയിം ടു ഫുൾഫിൽ ഇറ്റ്. ഹല്ലേലൂയ. ഞാനിതിനെ നിവർത്തിക്കുവാനായിട്ടാണ് വന്നത്. പഴയ നിയമത്തിലെ ന്യായപ്രമാണം പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസിയിലും നിവർത്തിക്കപ്പെടുകയാണ്. നാം ഇവിടെ വായിച്ചതുപോലെ, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് രാത്രി പഠിക്കാനായിട്ട് പോകുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ്. നമുക്കറിയാം, റോമാലേഖനം 3-ാം അധ്യായം എടുത്തോ, 4-ാം അധ്യായം എടുത്തോ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം എടുക്കുക, ഇതിനകത്തൊക്കെ ന്യായപ്രമാണത്തെയും കൃപയെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ലെന്ന് ദൈവവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ, ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഡു വി മേക്ക് void the law? No, but we establish it. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാ. ഒരു നാളുമില്ല നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്.
ഇതൊക്കെ പഠിക്കുന്നുണ്ട് അനേകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ? ന്യായപ്രമാണം നീങ്ങിയെന്ന് പറയുന്നു, പിന്നെ എന്താ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച്? ന്യായപ്രമാണം ഉറപ്പിക്കുന്നു, ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുന്നു എന്ന് പുതിയ നിയമത്തിൻ്റെ പേജുകളിൽ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം എറിഞ്ഞു കളയുവാൻ പറ്റുന്നതല്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്, അത് ഹോളിനെസ് ആണ്, അത് വിശുദ്ധിയാണ്. അതിനെ എങ്ങനെ ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റും? അതില്ലെന്ന് പറയുകയല്ല കർത്താവ് ചെയ്തത്. കർത്താവ് അതിനെ നമ്മളിൽ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. There are two words that shape the entire books of Bible. രണ്ട് വാക്കുകളാണ് the whole Bible. ജനസിസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ വാക്യം, all through the Bible, through the every single chapters of the Bible, the whole 66 books of the Bible, വിശുദ്ധ വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളും അടങ്ങിയിരിക്കുന്നത് രണ്ട് വാക്കുകളെ കുറിച്ചുള്ള വിഷയമാണ്. ഒന്ന് ദി ലോ, രണ്ട് ഗ്രേസ്. ഒന്ന് ന്യായപ്രമാണം, രണ്ട് കൃപ. എന്നാൽ അനേക പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ന്യായപ്രമാണം എന്ന് പറയുന്നത് കൃപയുടെ ശത്രുവാണ്. അല്ലേ? നമ്മൾ പലപ്പോഴും ദൈവവചനം പഠിക്കുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ന്യായപ്രമാണം ശാപമായി തീർന്നെന്നാണ് ഗലാത്യലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ തെറ്റായി ധരിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുന്നത് കൃപയുടെ ശത്രുവാണ് ന്യായപ്രമാണം എന്നാണ് ചിന്തിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. Law and grace are not enemies, but they are partners in God's plans of redemption. Hallelujah. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിലെ പങ്കാളിത്തമാണ് ന്യായപ്രമാണവും കൃപയും. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിങ്കലേക്ക് നമ്മളെ നയിക്കുന്ന ശിശുപാലകനായി ന്യായപ്രമാണം ഭവിച്ചുവെന്ന്. ന്യായപ്രമാണം ഒരു വലിയ പ്രവൃത്തി, ദൈവത്തിന്റെ ന്യായപ്രമാണം ഒരു വലിയ പ്രവൃത്തി നമ്മളിൽ ചെയ്തു. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വത്തെ കാണിച്ചു. നാം എത്ര പ്രവർത്തിച്ചാലും എത്ര ശ്രമിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ന്യായപ്രമാണമാണ്. ദൈവത്തിന്റെ നീതി എന്താണെന്ന് കാണിച്ചു തന്നത് ന്യായപ്രമാണമാണ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് കാണിച്ചു തന്നത് ന്യായപ്രമാണമാണ്. ദൈവം എന്തിനെയാണ് വെറുക്കുന്നതെന്ന് കാണിച്ചു തന്നത് ന്യായപ്രമാണമാണ്. നമ്മളിലെ കുറവ്, നമ്മുടെ ബലഹീനത എന്തെന്ന് കാണിച്ചു തന്നത് ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിയമം ഇല്ലെങ്കിൽ നിയമ ലംഘനമില്ല. അത് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഏതെങ്കിലും കാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും നമ്മളിവിടെ കാണുന്ന നിയമങ്ങളൊന്നും അവരുടെ മധ്യത്തിലില്ല. കാരണം എന്നറിയാമോ? അവരുടെ നിയമാവലികളില്ല. എഴുതപ്പെട്ട നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നിയമം ലംഘിച്ചു എന്നൊരു വ്യക്തിയോട് നമുക്ക് പറയാൻ പറ്റൂ. ന്യായപ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ ന്യായപ്രമാണ ലംഘനമുള്ളൂ. ന്യായപ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ പാപം എന്താണെന്നുള്ള വിഷയം വരത്തുള്ളൂ. ന്യായപ്രമാണമില്ലെങ്കിൽ പാപമില്ലല്ലോ. എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രമാണമില്ല. അപ്പൊ ന്യായപ്രമാണം ഒരു വലിയ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിലും ചെയ്തിട്ടുണ്ട്, അത് പുതിയ നിയമത്തിലും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അറിയാമോ സഹോദരങ്ങളെ? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്സ് ഓഫ് ഗാഡ്, ഇറ്റ് ഈസ് എ റിക്വയർമെന്റ്സ് ഓഫ് ഗാഡ്. ന്യായപ്രമാണത്തിനകത്ത് തന്നെ രണ്ട് നിയമങ്ങളുണ്ട്. അതിൽ ഒരു നിയമം മാത്രമേ ക്രിസ്തുവിന്റെ വരവോടുകൂടി അബോളിഷ് ആയിട്ടുള്ളൂ. മറ്റേ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് രണ്ട് നിയമങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സെറിമോണിയൽ ലോ, രണ്ടാമത്തേത് മോറൽ ലോ. സെറിമോണിയൽ ലോ എന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങൾ, അത് സംബന്ധിച്ച നിയമങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാക്രിഫൈസ്, യാഗത്തെക്കുറിച്ചുള്ളതുണ്ട്, ശുദ്ധീകരണ നിയമങ്ങളുണ്ട്. അതുമാത്രമല്ല, ടബർനക്കിൾ, ദൈവത്തിൻ്റെ ആലയമുണ്ട്, ആലയത്തെക്കുറിച്ചുള്ള നിയമങ്ങളുണ്ട്. ആഹാര ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളുണ്ട്. യാഗമൃഗത്തെക്കുറിച്ചുള്ള നിയമങ്ങളുണ്ട്. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള നിയമങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ഈ രോഗങ്ങളെക്കുറിച്ചുള്ള ശുദ്ധീകരണം, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ലെവിറ്റിക്കസ്, ലേവിയ പുസ്തകം 1 മുതൽ 7 വരെയുള്ള ഈ അധ്യായങ്ങളിൽ ഇതൊക്കെ എഴുതിയിരിക്കുന്നു. അത് മാത്രമല്ല, ഉത്സവങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ദൈവം പ്രസാദിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ദൈവജനം ആചരിക്കേണ്ട ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ലേവിയ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ. ഇത് സെറിമോണിയൽ ലോയാണ്. എന്നാൽ കർത്താവ് വന്ന് പരമയാഗമായി തീർന്നപ്പോൾ ഇല്ലാതായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സെറിമോണിയൽ ലോയാണ്. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതെയായി.
പൗരോഹിത്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലാതെയായി. യാഗമെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലാതെയായി. യാഗമൃഗങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതെയായി. അതുപോലെ ശുദ്ധീകരണ നിയമങ്ങൾ ഇല്ലാതെയായി. മനസ്സിലായോ സഹോദരങ്ങളെ? എന്നാൽ മോറൽ ലോ ഉണ്ട്. മോറൽ ലോ എന്ന് പറഞ്ഞാൽ ധാർമ്മിക നിയമങ്ങൾ. 10 കൽപ്പന, ഫോർ എക്സാമ്പിൾ 10 കൽപ്പന ഇല്ലാതായോ? 10 കൽപ്പന നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കിയേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അത്യുന്നതനായ ദൈവമല്ലാതെ, ജീവനുള്ള സർവശക്തനായ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ രൂപമുണ്ടാക്കരുത്. കൊല ചെയ്യരുത്. ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലാതായില്ല. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് 10 മടങ്ങ് വർദ്ധിച്ചു. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലാതായത് സെറിമോണിയൽ ലോയാണ്. മോറൽ ലോ ഇന്നും അതിനേക്കാൾ ശക്തിയോടുകൂടി തന്നെ ഇപ്പോഴുണ്ട്. എന്നാൽ ഈ സെറിമോണിയൽ ലോ ആയിക്കൊള്ളട്ടെ, മോറൽ ലോ ആയിക്കൊള്ളട്ടെ, ഇത് രണ്ടും നമ്മുടെ മാനുഷിക ബലത്തിൽ ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. മോഹിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് കൽപ്പിക്കുന്നു. നമുക്ക് മോഹിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? കോപിക്കരുതെന്ന് കർത്താവിന്റെ വചനം നമ്മളോട് പറയും. നമുക്ക് കോപിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവ് ന്യായപ്രമാണത്തിൽ ഡിമാൻഡ് ചെയ്യുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത എത്ര മനുഷ്യരുണ്ട്? നമ്മൾ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മരം കൊണ്ടും കല്ലുകൊണ്ടും ലോഹം കൊണ്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ഐഡോലട്രി എന്ന് പറഞ്ഞാൽ, വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അപ്പുറമാ. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കേണ്ടിടത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കേണ്ടിടത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കേണ്ടിടത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കേണ്ടിടത്ത് മറ്റെന്തിനെങ്കിലും നമ്മൾ സമയം ഉപയോഗിക്കുന്നുവെങ്കിൽ, മറ്റെന്തിനെങ്കിലും വലുതായിട്ട് കാണുന്നെങ്കിൽ, മറ്റെന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നെങ്കിൽ അതെല്ലാം വിഗ്രഹങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിയമം മാറിയത് കൊണ്ട് മനുഷ്യന്റെ കഴിവുകേട് മാറിയില്ല. മനുഷ്യൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന വിഷയം, ലെറ്റ് us explore what the law does. ന്യായപ്രമാണം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? What the grace does. കൃപ എന്താ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? And how they meet perfectly in our Lord Jesus Christ. യേശു കർത്താവിൽ ഈ ന്യായപ്രമാണവും ഈ കൃപയും ഒന്നിച്ച് എങ്ങനെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ ഈ ന്യായപ്രമാണവും കൃപയും ഒരുമിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇന്ന് രാത്രി അതാ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, the law exposes our need. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ന്യായപ്രമാണമാണ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യക്കാരാണെന്നുള്ള ബോധ്യം നമുക്ക് തരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പുതിയ നിയമ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന അനേകർക്ക് ദൈവവചനം അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ കൃപ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതം നോക്കിയേ, സകലവിധ പാപത്തിനും അവർ അടിമകളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രമാണം അറിയത്തില്ല. എന്താണ് തെറ്റെന്നും എന്താണ് ശരിയെന്നും അറിയണമെങ്കിൽ ഈ വചനം അവർ പഠിക്കണം, ഈ വചനം അവർ കേൾക്കണം. ശരിയല്ലേ സഹോദരങ്ങളെ? നമ്മളൊരു സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, നമ്മുടെ മധ്യത്തിൽ തന്നെ ഒന്ന് നോക്കിക്കേ, നമ്മുടെ രഹസ്യ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ചിന്തകളിലേക്ക്, നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ ചിന്തകളിലേക്കൊന്ന് നോക്കിക്കേ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് എന്താ വ്യത്യാസം ഈ ലോകത്തിലുള്ളവരുമായിട്ട്? നമ്മുടെ കൂട്ടുകാരെ ഒന്ന് എടുത്ത് നോക്കിക്കേ. അവരവിശ്വാസികളാണെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ അവർ ചെയ്യുന്നതിനേക്കാൾ അധികം മ്ലേച്ഛതകൾ നമ്മുടെ ചിന്തകളിൽ ചെയ്യുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരെന്തിനൊക്കെ വേണ്ടി ജീവിക്കുന്നുവോ അതിനൊക്കെ വേണ്ടി തന്നെയല്ലേ നമ്മളും ജീവിക്കുന്നത്? അവർ പണത്തിന് വേണ്ടി ജീവിക്കുന്നു, നമ്മളും പണത്തിന് വേണ്ടി ജീവിക്കുന്നു. അവർ വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നു, നമ്മളും ലോകപരമായ ഉയർച്ച ആഗ്രഹിക്കുന്നു. അവർക്ക് നല്ലൊരു വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളും ആഗ്രഹിക്കുന്നു നല്ലൊരു വിവാഹം. അവർക്ക് സൗന്ദര്യമുള്ള പെൺകുട്ടിയെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നു സൗന്ദര്യമുള്ള പെൺകുട്ടിയെ, സൗന്ദര്യമുള്ള പുരുഷനെ. അത് അവരൊവരും ചിന്തിക്കുന്നു. സമ്പത്തുള്ളവരെ അവർ കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളും കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു, നമുക്കും നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പാടുപെടുന്നു, നമ്മളും നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പാടുപെടുന്നു. എവിടെയാ വ്യത്യാസമുള്ളത്? ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, നമ്മൾ ശാന്തമായിരുന്നു ചിന്തിച്ചേ, കർത്താവേ, ഇൻ വിച്ച് വേ ഐ ആം ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഏത് രീതിയിലാണ് വ്യത്യാസം? എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെന്നുള്ളത് മാത്രമാണോ എൻ്റെ വ്യത്യാസം?
ഒരു ദൈവസഭയിലേക്ക് ഞാൻ കടന്നു വന്നിട്ട്, ഞായറാഴ്ച വന്നിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗങ്ങളുള്ള ദിവസങ്ങളിൽ കടന്നു വന്ന് കുറച്ചു സമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, കുറച്ചു നേരം പാടുന്നു, പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകുന്നു. അതാണോ നമ്മളിലുള്ള വ്യത്യാസം? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അറിയുമ്പോഴാണ്. ദൈവത്തിൻ്റെ നിയമമെന്ന്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കണ്ണാടിയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഈ കണ്ണാടിയിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിന്റെ മുഖത്ത് വല്ലതും ഇരിപ്പുണ്ടോ? ഈ കണ്ണാടിയിലേക്ക് നീ ഒന്ന് നോക്കിയ. ദൈവത്തിന്റെ വചനം കണ്ണാടിയായി, ദൈവത്തിന്റെ ന്യായപ്രമാണം കണ്ണാടിയായി മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നീ ഇതിലേക്കൊന്ന് നോക്കിയേ. ഈസ് എവറിത്തിങ് ഓക്കെ വിത്ത് യു? അപ്പം നമ്മളെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നോ, ഐ എം നോട്ട് ഓക്കെ, ദെർ ആർ സോ മെനി തിങ്സ് റോങ് ഇൻ മീ. അപ്പം ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ കുറവുകളെ നമുക്ക് കാണിച്ചു തരികയാണ്. The law exposes our need, but grace provides a remedy. ശ്രദ്ധിക്കണമേ. അപ്പോൾ ഈ ന്യായപ്രമാണം നമ്മുടെ കുറവുകളെ കാണിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ കാണിച്ചു തരുമ്പോൾ പുതിയ നിയമത്തിൽ കൃപ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ്റെ കോണമുള്ള ബലം നമുക്ക് തരും. അതായത് ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്ന കുറവുകളെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വഴി കാണിച്ചു തരും. ദൈവത്തിൻ്റെ കൃപ നമുക്ക് വഴി കാണിച്ചു തരും. നമ്മൾ മറന്നു പോകരുത്. The law reveals the standard, grace shows the savior. The law provides, law shows, reveals the standard. നിയമം, ന്യായപ്രമാണം നമുക്ക് കാണിച്ചു തരികയാണ് സ്റ്റാൻഡേർഡ്. This is the level you are expected to walk. ഈ ലെവലിൽ വേണം നീ നടക്കാൻ. നീ ലോകക്കാരനല്ല, ലോകത്തിന്റെ വഴികളിൽ ജീവിക്കുന്ന വ്യക്തിയല്ല, നീ കർത്താവിനെ അറിയാത്ത വ്യക്തിയല്ല, ലോകത്തിൽ മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കേണ്ട വ്യക്തിയല്ല. നീ ജീവിക്കുവാൻ്റെ കോണം ഈ സ്റ്റാൻഡേർഡ് ഉണ്ട്. നീ കാരണം എന്തെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ജീവിക്കുവാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇതാണ് എന്ന് ന്യായപ്രമാണം നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്കവിടെ എത്തുവാൻ കഴിയത്തില്ലെന്ന് നമുക്കറിയാം. മുമ്പേ പറഞ്ഞതുപോലെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം. പക്ഷെ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ ഒരു രക്ഷകനെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കൈ പിടിച്ച് നടത്തുന്ന ഒരു രക്ഷകനെ. അതായത് ന്യായപ്രമാണം നമുക്കൊരു ഡയറക്ഷൻ കാണിച്ചു തരിക. ദിസ് ഈസ് ദ വേ യു ഹാവ് ടു വാക്ക്. ശ്രദ്ധിച്ചു കേൾക്കണമേ. ന്യായപ്രമാണം നമുക്കൊരു ദിശ കാണിച്ചു തരിക. ലോകം കാണിക്കുന്ന വഴിയല്ല നീ പോകേണ്ടത്, ഇതാണ് നിന്റെ വഴിയെന്ന് ന്യായപ്രമാണം കാണിച്ചു തരുമ്പോൾ കൃപ എന്ത് ചെയ്യുമെന്നറിയാമോ? കൃപ നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മളെ ആ ദിശയിലേക്ക് നടത്തും. ന്യായപ്രമാണം നമ്മുടെ കയ്യെ പിടിക്കത്തില്ല. ന്യായപ്രമാണം വഴി മാത്രമേ കാണിച്ചു തരത്തുള്ളൂ. പക്ഷേ വഴിയിലൂടെ നടത്തുന്നത് കൃപയാണ്. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പോൾ വഴി ന്യായപ്രമാണം കാണിച്ചു തരുമ്പോൾ the law shows you the direction in which you need to go. What the grace does, grace comes down and holds your hands and you take you to that way. Praise God. Hallelujah. നമ്മളൊന്നും മറന്നു പോകരുത്. Hallelujah. അത് മാത്രമല്ല, the law diagnoses and the grace heals. നമ്മുടെ രോഗം എന്താണെന്ന്, നമ്മുടെ ആത്മീക രോഗം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ന്യായപ്രമാണമാണ്. ദൈവത്തിന്റെ പ്രമാണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് യു. യു ആർ ഡൈയിങ് ഇൻസൈഡ്. നീ അകത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ആത്മാവ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ന്യായപ്രമാണം നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിനെ ഹീൽ ചെയ്യുന്നത്, അതിനെ സൗഖ്യമാക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഹല്ലേലൂയ, ഐ ആം എ ഡൈയിങ് മാൻ എന്ന് ദൈവസന്നിധിയിൽ, കർത്താവേ പാപമെന്ന രോഗം എന്നെ കാർന്നു തിന്നുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആത്മീയ വെളിച്ചം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഹല്ലേലൂയ തിരുസന്നിധിയിൽ ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വ്യാപരിച്ച് ഹല്ലേലൂയ നമ്മുടെ മുറിവുകളെ ഉണക്കി സൗഖ്യമാക്കുന്നു. പ്രൈസ് ഗാഡ്. The law reveals the character of God. ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണിച്ചു തരുന്നത് ന്യായപ്രമാണമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം എത്ര ഉന്നതനാണെന്ന്, അവിടുന്ന് പരിശുദ്ധനാണെന്ന്, അവിടുന്ന് ന്യായാധിപതിയാണെന്ന്, അവിടുന്ന് നീതിയുള്ളവനാണെന്ന്, അവൻ പാപത്തെ വെറുക്കുന്നുവെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ന്യായപ്രമാണമാണ്, കൃപയല്ല. ഫിയർ ഓഫ് ഗോഡിലേക്ക്, ദൈവഭയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ന്യായപ്രമാണമാണ്. ഞാൻ ഒരു മിനിറ്റ് അവിടേക്ക് വരാം ഇപ്പോഴേ.
ഹല്ലേലൂയ. ഇന്ന് കൃപയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, കൃപയെക്കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. അവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നോക്കി അവർക്ക് ദൈവഭയമില്ല. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരെക്കാൾ അധപ്പതിച്ചവർ ജീവിക്കുന്നു. അവരെന്നിട്ട് പറയുന്നു ദൈവത്തിന്റെ മക്കളാണെന്ന്, ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന്. അവർ ഈ ലോകത്തിലുള്ളതിനു വേണ്ടി ജീവിക്കുന്നു, ലോക സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, പാപത്തിന്റെ വഴികളിൽ ജീവിക്കുന്നു, എല്ലാ ദുർമാർഗങ്ങളിലും അവർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പോകുന്നു. എന്നാൽ അതിനൊക്കെയും അവർ ന്യായീകരണം കണ്ടുപിടിക്കുന്നു. അവർ പറയുന്നു കൃപയാണെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് കാണിച്ചു തരുന്നത് പഴയ നിയമമാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു, ഈ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്കെന്തിനാ ഈ പഴയ നിയമത്തിൻ്റെ ആവശ്യം? ദ ഹോൾ ബുക്ക്, ഈ 66 പുസ്തകങ്ങൾ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 39 പുസ്തകങ്ങളും പഴയ നിയമമാണ് അല്ലേ? അതിൻ്റെ ക്വാണ്ടിറ്റി വെച്ച്, അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ 4/3 ഭാഗവും എന്താണെന്നറിയാമോ? പഴയ നിയമമാണ്. പണ്ട് ആരൊക്കെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഏതോ ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞ ആള് ഈ വിശുദ്ധ വേദപുസ്തകത്തെ 2ആയിട്ട് കീറിയെന്ന്, പഴയ നിയമത്തിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞു. പണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഈ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഈ പഴയ നിയമത്തിന്റെ ആവശ്യം? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണമേ, പഴയ നിയമത്തിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വം, ദൈവം ആരെന്ന്, ദൈവത്തെ എങ്ങനെ ഭയപ്പെടണമെന്ന്, അവിടുന്ന് ഭയപ്പെടുവാൻ യോഗ്യനെന്ന് പഠിക്കുന്നത് പഴയ നിയമത്തിലാണ്. പഴയ നിയമം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പുതിയ നിയമത്തിലുള്ള കൃപയെക്കുറിച്ച് ഹല്ലേലൂയ ഉയർച്ചയിൽ സംസാരിക്കുവാൻ പറ്റൂ. പുതിയ നിയമത്തിലെ കൃപയെ ഉയർത്തുവാൻ കഴിയണമെങ്കിൽ, പുതിയ നിയമത്തിലെ കൃപയ്ക്ക് വില കൊടുക്കുവാൻ കഴിയണമെങ്കിൽ നീ പഴയ നിയമത്തിലെ ന്യായപ്രമാണം അറിയണം. പഴയ നിയമത്തിലെ ന്യായപ്രമാണം അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിക്ക് കൃപയ്ക്ക് വില കൊടുക്കത്തില്ല വരെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ മറന്നു പോകരുത് സഹോദര സഹോദരി. Hallelujah. The law reveals the character of God. The law reveals the condition of humanity. ന്യായപ്രമാണം നമുക്ക് കാണിച്ചു തരിക. നീ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന വണ്ണം നിന്നെ കൊണ്ടാകാൻ പറ്റത്തില്ല. Law reveals the condition of humanity. He reveals the character. The law reveals the character of God. ദൈവത്തിന്റെ സ്വഭാവം കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ കണ്ടീഷനും കാണിച്ചു തരുന്നു. നമുക്കറിയാമോ, ആദം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ 100% ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചത്. ആരാന്നറിയാമോ? യേശു കർത്താവ് മാത്രം. അതുകൊണ്ടാണ് കർത്താവ്, പിതാവാം ദൈവം യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലോകത്തിൽ ആരെക്കുറിച്ചും അത് പറയുവാൻ സ്വർഗത്തിലെ പിതാവിന് കഴിഞ്ഞില്ല. കാരണം ഈ ഓരോ നിയമങ്ങളും, എല്ലാ നിയമങ്ങളും വള്ളി പുള്ളി വിടാതെ അക്ഷരം പ്രതി അനുസരിച്ച് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശു കർത്താവ്. കാരണം എന്താണെന്നറിയാമോ? അവൻ ജഡത്തെയാൽ അനുസരിച്ച് നടന്നത്, അവൻ ആത്മാവിനെ അനുസരിച്ച് നടന്നത്. അവൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്തത്, എൻ്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നീയും ഞാനും അത് പറയുന്നു എങ്കിൽ ജീവിതത്തിന്റെ അനുനിമിഷ നിയമങ്ങളിൽ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ അകത്തും പുറത്തും നമുക്കിത് പറയുവാൻ കഴിയുമെങ്കിൽ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമാകട്ടെ, എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല ഞാൻ ജീവിക്കുന്നത്, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുവെങ്കിൽ നാം യേശു കർത്താവിന്റെ വഴിയിലൂടെ പാപത്തെ ജയിച്ച് ജീവിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. The Lord points forward to Christ. The law points forward to Christ. Hallelujah. ഈ ന്യായപ്രമാണം അന്ന് മുതൽ ഇന്ന് വരെയും യേശുവിങ്കലേക്കാണ് കാണിക്കുന്നത്, യേശുവിങ്കലേക്കാ വിരൽ ചൂണ്ടുന്നത്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരെ അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് അറിയുവാനിടയായാൽ, ഒരു നരകമുണ്ടെന്ന് അറിയുവാനിടയായാൽ, അവിടെ സകല മനുഷ്യരും ചെന്ന് വീഴുന്ന ഒരു ദിവസമുണ്ടെന്ന് ചിന്തിക്കുവാനിടയായാൽ, ഒരു കാരണവശാലും എൻ്റെ മാനുഷിക ബലത്തിൽ അത്യുന്നതനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ലെന്നുള്ള അറിവിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത് കാൽവറി ക്രൂശിലേക്കാണ്. നീ ഭയപ്പെടേണ്ട ഒരു വഴിയുണ്ട്, യേശു. Praise God. ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുക. Grace is God doing for us what we could never do for ourselves. കൃപയെന്ന് പറയുന്നത്
നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് കൃപ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഴയ നിയമവും പുതിയ നിയമവും ശ്രദ്ധിച്ചു കേൾക്കണമേ. പഴയ നിയമത്തിലൊരു പർവ്വതമുണ്ട്, പുതിയ നിയമത്തിലും ഒരു പർവ്വതമുണ്ട്. പഴയ നിയമത്തിലെ പർവ്വതം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ലോ, ആൻഡ് പുതിയ നിയമത്തിലെ പർവ്വതം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഗ്രേസ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ സീനായി മല നമ്മൾ കാണുന്നുണ്ട്. സീനായി മലയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് വാസ് ഫുൾ ഓഫ് ഡാർക്ക്നെസ്. There was lightning there. The mountain was shivering and trembling. And Israelites were afraid and they were standing afar. സീനായി മലയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ ഇരുട്ട് നിറഞ്ഞിരുന്നു. അവിടെ ഇടിയും മിന്നലും നാദവുമായിരുന്നു. അവിടെ മല വിറയ്ക്കുകയാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോ. അത് മാത്രമാണോ, ഒരു ജനത്തിനു പോലും എത്ര വിശുദ്ധനായിക്കൊള്ളട്ടെ ആ മലയുടെ അടിവാരത്തിൽ പോലും അടുക്കുവാൻ കഴിയാതെ വണ്ണം അവരെല്ലാം ഭയം നകന്നു നിൽക്കുകയാണ്. സീനായി മലയിൽ സ്വർഗത്തിലെ ദൈവം ന്യായപ്രമാണത്തെ തന്നു. എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു മലയുണ്ട്, കാൽവറി മല. കാൽവറി മലയിലേക്ക് നോക്കിക്കേ, അത് സഹനത്തിന്റെ മലയാണ്. അവിടെ പാപികൾക്ക് വേണ്ടി ഒരു നിലവിളി ഉണ്ടായി. കാൽവറി മലയിലേക്ക് നോക്കിക്കേ, ഇരു കൈകളും രണ്ടു വശങ്ങളിലും ഹാലലി ആണി അടിക്കപ്പെട്ടവനായി ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഹാലലൂയ ഏത് പാപിയുടെയും, ഈ ലോകത്തിലുള്ള ഏതൊരു പാപിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ഏതൊരു പാപിക്കും ഏതൊരു നിമിഷവും ഹാലലൂയ കർത്താവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഉള്ള ഒരു നീതിയുടെ വഴിയാണ് കാൽവറി കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ മൗണ്ടൻ ഓഫ് ഗ്രേസ്. Sinai was the mountain of law. Calvary is the mountain of grace. സീനായി മല എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ മലയാണ്. എന്നാൽ കാൽവറി മല എന്ന് പറയുന്നത് കൃപയുടെ മലയാണ്. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. At Sinai God reveals the law, but at Calvary God reveals his grace. We do not obey to be saved, but we obey because we are saved. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുവാനല്ല. ശ്രദ്ധിക്കണമേ, കാരണം നമ്മൾ കൃപയിലേക്ക് വന്നു. രക്ഷിക്കപ്പെടുവാനല്ല നമ്മൾ വചനം പഠിക്കുന്നത്, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ പലരും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം ഇന്ന് വായിച്ചില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകും. ദൈവവചനത്തിൽ എങ്ങും അത് എഴുതിയിട്ടില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവവചനം പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെക്കുറിച്ച് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് എഴുതി തന്ന ഈ വചനം, ഹല്ലേലൂയ, സ്നേഹിക്കുന്ന ഒരു പിതാവ് തൻ്റെ മകന് തൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു കത്താണിത്. ഞാൻ അറിയുവാൻ, ഞാൻ അനുസരിക്കുവാൻ, എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നടക്കേണ്ടുന്ന വഴികളെ വ്യക്തമായി എഴുതി തന്നിരിക്കുന്ന ഒരു പുസ്തകമാണിതെന്നറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇത് അനുദിനം പഠിക്കുകയും ഇതനുസരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദര സഹോദരി, സ്വർഗത്തിലേക്ക് പോകുവാനല്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാനല്ല നമ്മൾ ദൈവവചനം പഠിക്കുന്നത്, രക്ഷിക്കപ്പെടുവാനല്ല നമ്മൾ ദൈവവചനം കേൾക്കുന്നത്, രക്ഷിക്കപ്പെടുവാനല്ല ദൈവവചനം അനുസരിക്കുന്നത്. പിന്നെയോ നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവവചനത്തെ സ്നേഹിക്കുന്നത്, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവവചനം കേൾക്കുന്നത്, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവവചനം അനുസരിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. കാരണം എന്നറിയാമോ? കർത്താവിന്റെ വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-23 വാക്യങ്ങളിൽ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. അപ്പൊ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കർത്താവിന്റെ കൽപ്പനകളെ നോക്കി അനുസരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ ആരും വേദനിപ്പിക്കത്തില്ല. വേദനിപ്പിക്കുമോ? കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും കർത്താവിനെ വേദനിപ്പിക്കത്തില്ല. നമ്മൾ കർത്താവിനെ നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നെങ്കിൽ, നമ്മുടെ ചിന്തകളിൽ വേദനിപ്പിക്കുന്നെങ്കിൽ, ദൈനംദിന ജീവിത ശൈലിയിൽ നാം ദൈവത്തെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, ദൈവഹിത പ്രകാരമല്ലാത്ത വഴികൾ ചിന്തിച്ച് അത് പ്രവർത്തിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നു നമുക്ക് അറിയുന്നുവെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിന്റെ തെളിവ്. എന്നാൽ പാപത്തിൽ വീഴുമ്പോൾ, ദൈവഹിതപ്രകാരമല്ലാത്ത വഴികളിൽ അറിയാതെ വീണു പോകുമ്പോൾ എഴുന്നേറ്റ് നിലവിളിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ അത് കാണിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നാണ്. ഗ്രേസ് ലിഫ്റ്റ്സ് ദ ബർഡൻ
നോട്ട് എ സ്റ്റാൻഡേർഡ്. കൃപയെന്ന് പറയുന്നത് നമ്മുടെ മേൽ ന്യായപ്രമാണം വെച്ചിരിക്കുന്ന ഭാരത്തെയാണ് മാറ്റുന്നത്, അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ അല്ല മാറ്റുന്നത്. ശ്രദ്ധിക്കണമേ, നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ സ്റ്റെപ്പുകൾ കാണും അല്ലേ? ശ്രദ്ധിച്ച് നോക്കണമേ. സ്റ്റെപ്പുകൾ ഇങ്ങനെ ഒരു 10-15 സ്റ്റെപ്പുകളുണ്ടെന്ന് വെച്ചോ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് നടത്തുമോ? ഇല്ല. അപ്പൻ എന്ത് ചെയ്യുമെന്നറിയാമല്ലേ, അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്ത് കൈ പിടിച്ചുകൊണ്ട് അവർ സ്റ്റെപ്പ് നടന്ന് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി ഇറക്കി നിർത്തും. ശരിയല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നതല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ, നമ്മൾ കുഞ്ഞിന് വേണ്ടി സ്റ്റെപ്പ് മാറ്റിയോ? പക്ഷെ നമ്മൾ കുഞ്ഞിനെ പൊക്കിയെടുത്തു. ഇതാ ഗ്രേസ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാകുന്ന സ്റ്റെപ്പുകളുണ്ട് നമ്മൾ വളരാൻ, നമ്മൾ നടക്കാൻ, നമ്മൾ ഉയരുവാൻ. കൃപ കടന്നു വന്നിട്ട് ആ സ്റ്റെപ്പുകൾ മാറ്റുകയല്ല, സ്റ്റാൻഡേർഡ് മാറ്റുകയല്ല, ദൈവത്തിൻ്റെ ലെവൽ മാറ്റുകയല്ല, വിശുദ്ധിയുടെ ലെവൽ മാറ്റുകയല്ല, ദൈവഭയത്തിൻ്റെ ലെവൽ മാറ്റുകയല്ല. കൃപ എന്ത് ചെയ്തെന്നറിയാമോ? നമുക്ക് സ്റ്റെപ്പിലൂടെ നടന്നു കയറുവാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ അവൻ നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് നമ്മളെ മുകളിലെത്തിച്ചു. അതാ കൃപ. ഗ്രേസ് ലിഫ്റ്റ് us up. It won't destroy the law. Hallelujah. മുമ്പേ പറഞ്ഞതുപോലെ Lord tells us which direction we need to go. Grace holds our hands while we take the steps. ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ന്യായപ്രമാണമാണ്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവേ, ഈ വചനം പഠിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ പറ്റും കൃപയിലാണ് ജീവിക്കുന്നതെന്ന്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവും എന്തോ ഒരു അബദ്ധമാണ്. ഈ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിക്ക്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു കൃപയിലാണ് ജീവിക്കുന്നതെന്ന്? ദൈവവചനം പ്രസംഗിക്കാത്ത ഒരു സഭയിൽ എങ്ങനെ പറയാൻ പറ്റും ഇത് കൃപ നിറഞ്ഞ ഒരു സഭയാണെന്ന്? ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചാണെന്ന്, പുതിയ നിയമ സഭയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ദൈവത്തിൻ്റെ ഈ വചനമാണ് ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ ഈ തിരുവചനമാണ് നമ്മൾ നടക്കേണ്ടുന്ന വഴി എന്താണെന്ന് കാണിച്ചു തരുന്നത്, അല്ലേ? കൃപ 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 എന്നുള്ള പാട്ടുപാടി കൃപയെക്കുറിച്ചുള്ള പ്രസംഗവും പ്രസംഗിച്ച് കൃപയെക്കുറിച്ച് വാതോരാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നോ, ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണെന്നോ, ദൈവത്തോട് എത്ര അടുത്തിരിക്കുകയാണെന്നോ, നമ്മൾ നടക്കേണ്ടുന്ന വഴി എന്താണെന്നോ വല്ല പിടിയുമുണ്ടോ നമുക്ക്? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം, we need to study the law of God. We need to study the law of God. We need to search the scriptures to know the heart of God. ദൈവത്തിൻ്റെ ഹൃദയം അറിയണമെങ്കിൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം അറിയണമെങ്കിൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം അറിയണമെങ്കിൽ, നാം ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കണം, അവിടുത്തെ പ്രമാണങ്ങളെ ആരായണം. ഒന്നാമത്തെ സങ്കീർത്തനം തന്നെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമസഭ ഏതെങ്കിലും സങ്കീർത്തനം വേണ്ടെന്ന് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സങ്കീർത്തനം നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പറയുന്നതെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ഇന്ന് പറയാറുള്ളതല്ലേ ഏത് ന്യായപ്രമാണമോ? നമ്മൾ പറയുന്ന ന്യായപ്രമാണം അബോളിഷ് ചെയ്തെന്ന് പലരും പറയുന്നതാ. അത് വേറൊരു സബ്ജക്റ്റാണ്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. എന്തിന് ന്യായപ്രമാണം തന്നു എന്നുള്ളത് വേറൊരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഗ്രേസ് എനേബിൾസ് us to live beyond the law. പഴയ നിയമത്തിലെ ഒരു വിശുദ്ധന് ജീവിക്കുവാൻ കഴിയുന്നതിനേക്കാളൊക്കെ ഒത്തിരി അപ്പുറമായി വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള പൊട്ടൻഷ്യൽ പുതിയ നിയമവിശ്വാസികളായി നമുക്കുണ്ട്. കാരണം എന്നറിയാമോ? പഴയ നിയമത്തിലെ ഒരു വിശുദ്ധന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവഭയം. ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് മനസ്സുണ്ടെങ്കിലും മനസ്സില്ലെങ്കിലും അവൻ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കും. എന്നാൽ പുതിയ നിയമത്തിലോ ദൈവഭയം എന്നുള്ളതുകൊണ്ട് പ്ലസ് ഗ്രേസ് നമുക്കുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബലം നമ്മുടെ കൂടെയുണ്ട്. പഴയ നിയമത്തിൽ ദൈവകൽപ്പന അനുസരിക്കുവാൻ ദൈവം തൻ്റെ ബലം കൊടുക്കത്തില്ലായിരുന്നു. കാരണം ആരിലും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നിരുന്നില്ല. ചില ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബലം ചില പ്രത്യേക വ്യക്തികളുടെ മേലെ പഴയ നിയമത്തിൽ അയക്കുമായിരുന്നു. എന്നാൽ ആരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് ദൈവത്തിൻ്റെ ഹിതത്തിൽ അവരെ നടത്തത്തില്ലായിരുന്നു. നമ്മൾ ചിന്തിക്കണമേ,
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പുതിയ നിയമത്തിലുള്ള വാഗ്ദത്തങ്ങളൊന്നും പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31:33, എസെക്കിയേൽ 36:26, എബ്രായ ലേഖനം 10:16, എബ്രായ ലേഖനം 8:10, ഇവിടെയൊക്കെ പറയുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രമാണങ്ങളെ എഴുതി അവിടെ പറയുന്നത് ആ വാക്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജനത്തോട് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അവരുടെ കല്ലായിരിക്കുന്ന ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയം അവർക്ക് കൊടുക്കും. ഞാൻ എൻ്റെ അവരുടെ പ്രമാണങ്ങളെ അവരുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതും. എന്നിട്ട് ഞാൻ എൻ്റെ വഴികളിൽ അവരെ നടക്കുമാറാക്കും. I will cause them to walk in my statutes and I will write my law upon the tablets of their hearts. ഇതൊന്നും പഴയ നിയമത്തിൽ സംഭവിച്ചില്ല. ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വന്ന് വസിച്ച് നമ്മളെ അവിടുത്തെ വിശുദ്ധ മന്ദിരമാക്കി തീർത്തപ്പോഴാണ് ഈ വാഗ്ദത്തങ്ങളൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ ഒരു മനുഷ്യനും, അത് മോശയായിക്കൊള്ളട്ടെ, നിയമത്തിന് പഴയ നിയമ പ്രമാണങ്ങൾക്ക് മുന്നിൽ ജീവിച്ചിരുന്ന എബ്രഹാം ആയിക്കൊള്ളട്ടെ, അതിനുശേഷം ജീവിച്ചിരുന്ന ഏതെങ്കിലും പ്രവാചകന്മാരായിക്കൊള്ളട്ടെ, അവർക്കാർക്കും തന്നെ അകത്തു നിന്നൊരു ബലം ലഭിച്ചിരുന്നില്ല ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നടക്കുവാൻ. അവർക്കുള്ള ആകെയുള്ള വഴി എന്തെന്ന് വെച്ചാൽ ദൈവഭയം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കോ ദൈവഭയമുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, നമ്മുടെ കയ്യിൽ എഴുതി തന്നിട്ടുണ്ട്, പ്ലസ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമുക്ക് എന്ത് എക്സ്ക്യൂസാ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉള്ളത്? ചിന്തിക്കണമേ ദൈവമക്കളെ. നമുക്കിതൊന്നും ആവശ്യമില്ല. നമുക്ക് പലർക്കും ദൈവഭയമില്ല. നമുക്ക് പലർക്കും ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കാൻ ആഗ്രഹമില്ല. നമുക്ക് പലർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാനും മനസ്സില്ല. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. The law brought us to Christ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ വിഷയങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കൈ കാണിച്ചിട്ട് പറഞ്ഞ് ഐ ഹാവ് നോ വേ നൗ. ദൈവമേ, ഇത്ര വലിയ സ്റ്റാൻഡേർഡുകളാണ് എഴുതിയിരിക്കുന്നത്, ഇത്ര വലിയ കൽപ്പനകളാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എന്ത് ചെയ്യും? ഞാൻ നരകത്തിൽ എത്തുകയേ ഉള്ളല്ലോ. കാരണം എൻ്റെ ചിന്തകളിൽ പാപമാണ്, എൻ്റെ നോട്ടത്തിൽ പാപമാണ്, എൻ്റെ സംസാരത്തിൽ പാപമാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വ്യക്തി പറയുമ്പോൾ, ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സ്വയം പറയും, ഞാൻ നരകത്തിൽ എത്തുക തന്നെ ചെയ്യും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. കാരണം എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം. അപ്പോഴാണ് ഗലാത്യലേഖനം 3:14 പറയുന്നത്, 3:24 പറയുന്നത്, നമ്മളെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാനുള്ള ശിശുപാലകനായി ന്യായപ്രമാണം ഭവിച്ചു. ആ ന്യായപ്രമാണം നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുവിങ്കിലേക്കുള്ള വഴി നമ്മൾ അന്വേഷിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ സുവിശേഷം കേട്ടപ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ന്യായപ്രമാണം നമ്മളെ കാണിച്ചു തന്നു ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കുന്നതെന്ന് ന്യായപ്രമാണം നമുക്ക് കാണിച്ചു തന്നു. ദൈവം എന്തിനെയാണ് വെറുക്കുന്നതെന്ന് ന്യായപ്രമാണം നമുക്ക് കാണിച്ചു തന്നു. അത് കണ്ട് നമ്മൾ ഭയപ്പെട്ടപ്പോൾ, അത് കേട്ട് നമ്മൾ ഭയപ്പെട്ടപ്പോൾ, ഇത് സത്യമാണ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, എനിക്ക് മുമ്പിൽ ഒരു വലിയ ന്യായവിധി ഉണ്ടെന്ന് ന്യായപ്രമാണം എനിക്ക് കാണിച്ചു തന്നപ്പോൾ, ഞാൻ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് നടന്നു. അതതിൻ്റെ അർത്ഥം. Yes, the law takes us to Christ and grace keeps us in Christ. ന്യായപ്രമാണം നമ്മളെ യേശുവിലേക്ക് നടത്തി, ദൈവകൃപ നമ്മളെ യേശുവിൽ നിലനിർത്തുന്നു. മനസ്സിലായോ? ന്യായപ്രമാണം നമ്മളെ യേശുവിലേക്ക് നടത്തി, ദൈവകൃപ നമ്മളെ യേശുവിൽ നിലനിർത്തുന്നു. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. നമ്മൾ 3-4 വാക്യങ്ങളാണ് നോക്കിയത്. 2-ാമത്തെ വാക്യം, റോമൻസ് 8:2, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. The law of the spirit of life in Christ. There is a law
of the Spirit. Spirit means Holy Spirit. The law of the Spirit in Christ. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണമേ, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അതിന് മറ്റൊരു വാക്ക് പറഞ്ഞാൽ കൃപയിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. ഐ ആം ഫ്രീഡ് ഫ്രം വാട്ട്? എന്തിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നറിയാമോ? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഏതാ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം? പഴയ ന്യായ പ്രമാണം, ശിക്ഷയുടെ പ്രമാണം. അതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയത് എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ! ഈ ബാഡ് ഇൻഫ്ലുവൻസിൽ നിന്ന്, ബാഡ് തോട്ട് ലൈഫിൽ നിന്ന്, ഈ ഡേർട്ടി തോട്ട് ലൈഫിൽ നിന്ന്, നമ്മുടെയൊക്കെ ചിന്തകൾ, എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയത്തില്ല, എനിക്ക് എന്നെക്കുറിച്ച് അറിയത്തുള്ളൂ. എൻ്റെ പഴയ ചിന്തകളൊക്കെ എന്തൊക്കെയായിരുന്നു ഈ മനസ്സിൽ കൂടെ കടന്നുപോയെന്നറിയാമോ? ഞാൻ ഏത് കണ്ണുകൊണ്ടായിരുന്നു മറ്റുള്ളവരെയൊക്കെ നോക്കിയിട്ടുള്ളതെന്നറിയാമോ? എൻ്റെ സ്വകാര്യ ജീവിതങ്ങളിൽ, എൻ്റെ സ്വകാര്യ ജീവിത നിമിഷങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ എനിക്ക് സ്വാതന്ത്ര്യം കർത്താവ് തന്നു. എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നിലേക്ക് കടന്നു വന്നപ്പോൾ. ഈ നിയമം ആർക്കാ വേണ്ടിയെന്നറിയാമോ? ന്യായപ്രമാണം ആർക്കാ വേണ്ടിയെന്നറിയാമോ? ജീവനില്ലാത്തവർക്കാ വേണ്ടിയത് ന്യായപ്രമാണം. കാരണം എന്നാണെന്നറിയാമോ? ഭയപ്പെട്ടെങ്കിലും മാറാൻ വേണ്ടി. നമുക്കറിയാം, ലെപ്രസി സാനിറ്റോറിയംസ് ഉണ്ട് നാട്ടിലല്ലേ? ലെപ്രസി സാനിറ്റോറിയം, കുഷ്ഠരോഗ സാനിറ്റോറിയത്തിൻ്റെ മലയാളം എന്തുവാ? നിവാസ കേന്ദ്രം അല്ലേ? സങ്കേതം, അതെ, കുഷ്ഠരോഗ സങ്കേതങ്ങൾ. അവിടെ നിന്ന് ഈ കുഷ്ഠരോഗത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. കുഷ്ഠരോഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കുഷ്ഠരോഗ, ലെപ്രസി ഈസ് ദ പിക്ചർ ഓഫ് സിൻ. പഴയ നിയമത്തിൽ പാപത്തിന്റെ പിക്ചറാണ് ലെപ്രസി. മറ്റൊരു രോഗത്തിനും ഇത്ര കഠിനമായ നിയമങ്ങൾ, മുമ്പേ പറഞ്ഞതിനോട് ശുദ്ധീകരണ നിയമങ്ങൾ, ലോ ഓഫ് പ്യൂരിറ്റി ഓർ ലോ ഓഫ് പ്യൂരിഫിക്കേഷൻ, മറ്റൊരു രോഗത്തിനും പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിലില്ല. പക്ഷെ കുഷ്ഠരോഗത്തിന് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി സാനിറ്റോറിയം ഉണ്ട്, അവർക്ക് വേണ്ടി ഒരു സ്ഥലം വേർതിരിച്ചിട്ടിരിക്കും. ആ ഏരിയയിൽ ആരെയും അടുപ്പിക്കത്തില്ല. അത് മാത്രമല്ല, ഒരു വ്യക്തിയിൽ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ ആളിനെ ഒറ്റയ്ക്കാക്കി വേർതിരിക്കണം. ആ ആളിന് ന്യായപ്രമാണം ചില നിയമങ്ങളുണ്ട്. കുഷ്ഠം മാറിക്കഴിഞ്ഞാൽ പുരോഹിതന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. ന്യായപ്രമാണത്തിൽ ചില നിബന്ധനകളുണ്ട്. അതനുസരിച്ച് പുരോഹിതൻ വളരെ വ്യക്തമായിട്ട് ആ കുഷ്ഠരോഗിയെ പരിശോധിക്കണം. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മാത്രമേ ജനത്തിന്റെ ക്യാമ്പിലേക്ക്, അവരുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇതൊക്കെയാണ് കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള നിബന്ധനകൾ. അപ്പൊ കുഷ്ഠരോഗിക്ക് നിബന്ധനകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഷ്ഠരോഗ സങ്കേതങ്ങളിൽ, അത് ഇപ്പോഴായാലും ശരി, കുഷ്ഠരോഗ സാനിറ്റോറിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ നിയമങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ എന്താണെന്നറിയാമോ? അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ശരീരം, അവിടുത്തെ നേഴ്സുമാർ അല്ലെങ്കിൽ നേഴ്സിംഗ് ഓക്സിലറീസ് ഉണ്ടെങ്കിൽ അവർ, അതിന് സഹായം ചെയ്യുന്ന ഈ പേഷ്യൻസിനെ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരനുഷ്ഠിക്കേണ്ട, നമുക്കറിയാമല്ലോ, നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ലോ നോക്കാറുണ്ട് അല്ലേ? ഓരോന്ന് ടിക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്തോ, ഈ പേഷ്യൻറ്റിൻ്റെ ഇത് കൊടുത്തോ, മെഡിക്കേഷൻ കൊടുത്തോ, അല്ലെങ്കിൽ അവരുടെ പല പല കാര്യങ്ങൾ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എന്നിട്ട് അതെല്ലാം നോക്കും. ഓരോന്ന് ടിക്ക് ചെയ്യും. ഒന്നും മറന്നു പോകാൻ പറ്റത്തില്ല. അല്ലെ, ഹാൻഡ് ഓവർ, അടുത്ത ഷിഫ്റ്റിലേക്ക് വരുന്ന കൊളീഗ്സിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഇത് ചെയ്തിട്ടില്ല, അത് നീ ചെയ്യണം, ഇതെല്ലാം പറയും. ലോ ഈസ് ദെയർ. അതുപോലെ ഈ കുഷ്ഠരോഗികൾക്ക് അവിടെ ലോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ കുഷ്ഠരോഗികളെ നോക്കുന്നവർ അനുഷ്ഠിക്കേണ്ട ലോ ഉണ്ട്. ഈ കുഷ്ഠരോഗികളെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഈ കാലൊക്കെ നോക്കണം. നിങ്ങൾക്ക് കാരണം എന്നാണെന്നറിയാമോ? കാലിലും കാണും ആണി വല്ലതും കയറിയിട്ടുണ്ടോ, മുള്ളു വല്ലതും കയറിയിട്ടുണ്ടോ. അത് എന്തിനാണെന്നറിയാമോ അങ്ങനത്തെ ഒരു ലോ വെക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കാലെ ജീവനില്ലത് കൊണ്ടാണ്. നമ്മളോട് ആരെങ്കിലും പറയുമോ രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലൊക്കെ നോക്കിയിട്ടേ കിടക്കാമെന്ന്? നമ്മളോട് ആരെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം അത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കാല ജീവനുണ്ട്. കാലിൽ ഒരു കൊതുകിരുന്നാൽ നമുക്കറിയാം, അറിയത്തില്ലേ? കാലേ കൂടെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ കാലേ കൂടെ അങ്ങനെ ഒരു ഉറുമ്പ് കയറി കഴിഞ്ഞാലോ ഏത് ഉറക്കത്തിലായാലും നമ്മൾ ചാടി അടിക്കും, ആരുടെ എൻ്റെ കാലത്തോട്ടെ എന്നും പറഞ്ഞല്ലേ? കാരണം എന്നറിയോ? ബിക്കോസ് ദ ലൈഫ് ഈസ് ദെയർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ പറയുന്ന കുഷ്ഠരോഗം ബാധിച്ച വ്യക്തിക്ക്, ഞാൻ മുമ്പേ പറഞ്ഞു, കുഷ്ഠം എന്ന് പറയുന്ന പാപത്തിന്റെ പിക്ചറാണ്. ഹല്ലേലൂയ. കുഷ്ഠം ബാധിച്ച ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ലെപ്രസി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കിച്ചണിലേക്ക് പോകരുത്, അടുക്കള സ്റ്റൗവേ പോയിട്ട് സ്റ്റൗ ഓപ്പറേറ്റ് ചെയ്യരുത്, ചൂടായിരിക്കുന്നതിനകത്ത് കൈ തൊടരുത്,
കാരണം എന്താണെന്നറിയാമോ? നിയമങ്ങൾ അവരനുസരിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിനകത്ത് കൈയിട്ടെന്ന് പറഞ്ഞാലും അവർക്ക് അറിയത്തില്ല. ദർ ഇസ് നോ സെൻസിറ്റിവിറ്റി ദെയർ. ചൂടുവെള്ളത്തിലാ കൈയിട്ടെന്ന് അറിയത്തില്ല, കാരണം കയ്യൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹല്ലേലൂയ. പക്ഷേ ഒരു വ്യക്തിയുടെ കാലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മുഴുവനും ജീവനുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ആവശ്യമില്ല. അതാ ഇവിടെ പറയുന്നത്, ജീവൻ്റെ പ്രമാണം പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കിയത്. പണ്ട് പാപത്തിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഇത് ചെയ്യരുതെന്ന് നിന്നോട് പറയാൻ നിയമത്തിന് മാത്രമേ പറ്റൂ. ദൈവത്തിൻ്റെ നിയമങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെട്ട് മാറുമായിരുന്നു ഓരോന്നില്ല. അയ്യോ ഞാനത് നോക്കരുത്, അയ്യോ ഞാനത് കാണരുത്, അയ്യോ അത് ഞാൻ ചെയ്യരുത്. കാരണം ദൈവം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വചനത്തിൽ, നീ അത് മോഹിക്കരുത്, നീ സ്ത്രീയെ നോക്കരുത്, ഹല്ലേലൂയ, അവളെ ഹൃദയത്തിൽ ആഗ്രഹിക്കരുത്, നീ കോപിക്കരുത്. ഇത് എനിക്ക് ജീവനകത്തില്ലാതിരുന്നത് കൊണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാതിരുന്നത് കൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിക്കാതിരുന്നത് കൊണ്ട് ഈ നിയമങ്ങളുടെ ആവശ്യം എനിക്കുണ്ട്. ഈ നിയമങ്ങൾ കണ്ടെങ്കിലും ഞാൻ ദൈവത്തെ ഭയപ്പെടുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മുഴുവനുമായിട്ടും ജീവൻ പ്രാപിച്ചത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അരുതാത്തത് നോക്കുമ്പോൾ അകത്ത് ദൈവാത്മാവ് പറയും, നീ നോക്കരുത് കുഞ്ഞേന്ന്. ഞാൻ കണ്ണു മാറും. നിയമപ്രമാണം ഉള്ളത് കൊണ്ടല്ല, പാപം എന്നെ നരകത്തിൽ എത്തിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ അത് എന്നെ നശിപ്പിക്കുമെന്ന് അകത്തുള്ള ആത്മാവ് എനിക്ക് പ്രേരണ തന്നു. അതാ അല്ലേ? നമ്മുടെ വെള്ളത്തിൽ കൊണ്ട് കൈയിടാത്തത് എന്താന്ന്? കൈ പൊള്ളുമെന്ന് നമുക്ക് അകത്ത് ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം ആരാ തന്നെ? അകത്തുള്ള ജീവനാ തന്നത്, അല്ലേ? അല്ലേ കയ്യിലുള്ള ജീവനാ തന്നത്, ശരിയല്ലേ? മുമ്പേ പറഞ്ഞിട്ട് കാലിൽ ഒരു ആണി കയറി കഴിഞ്ഞാൽ നമ്മൾ ആരും പറയത്തില്ല വൈകിട്ട് കിടക്കാൻ നേരം ആണി ഊരിക്കളയാവുന്നു. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളത് കൊണ്ട് ആണി ആ കാലിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല. നമ്മൾ ഒരു നിമിഷമില്ലാതെ അതിനു മുമ്പേ അത് വലിച്ചൊരു കളയും. പക്ഷെ ഒരു കുഷ്ഠരോഗി വേണമെങ്കിൽ മാസങ്ങളോളം ആണി കാലെ കൊണ്ട് നടക്കും. കാരണം എന്നറിയാമോ? അങ്ങനൊരു സാധനം കാലെ കയറിയെന്നവൻ അറിയത്തില്ല. ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതാ. അനേക പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. പക്ഷെ പാപമാണെന്നുള്ള ബോധ്യം അവർക്കില്ല. കാരണം എന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അവരിൽ വർക്ക് ചെയ്യുന്നില്ല. അവർ കൃപയ്ക്ക് കീഴ്പ്പെടുന്നില്ല. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. സമയം പെട്ടെന്ന് പോകുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്താനായിട്ട് ആഗ്രഹിക്കും. ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാനുണ്ടായിരുന്നു, സമയമില്ല. ഞാനത് പെട്ടെന്ന് ഷോർട്ട് ചെയ്ത് പോവുകയാണ്. ഞാനൊരു പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു വചനഭാഗം കൂടെ ഒന്ന് എടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. റോമൻ 6:14, റോമാലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. Sin shall have no dominion over you. You are not under law but under grace. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപത്തിന് നിങ്ങളിൽ കർത്തൃത്വമില്ലല്ലോ. പ്രൈസ് ഗോഡ്. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം അറിയാവുന്ന ദൈവമക്കൾക്ക് അതിൻ്റെ അർത്ഥം നന്നായിട്ട് അറിയാം. അതല്ലാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിയാതെ, ദൈവത്തിൻ്റെ വചനം അറിയാതെ, ദൈവത്തിൻ്റെ സ്വഭാവം അറിയാതെ, ദൈവത്തിൻ്റെ ക്യാരക്ടർ അറിയാതെ ആ ഒരു വാക്യം ഒരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ എന്തോ പറയുമെന്ന് അറിയാമോ? എനിക്ക് പാപം വിഷയമൊന്നുമില്ല, ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല ഞാൻ, ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവം ക്ഷമിച്ചോളും. പണ്ടൊരു ബിരുദൻ പ്രസംഗിച്ചത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടതാണ്. നാം പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ കൃപയിലേക്ക് വീഴുകയാണ്. കേൾക്കാൻ എന്തോ ഒരു സുഖമല്ലേ? നാം പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ കൃപയിലേക്ക് വീഴുകയാണ്. പക്ഷെ വചനം എന്തോ പറയുന്നറിയാമോ? നീ പാപം ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീഴുകയാണ്. വ്യത്യാസം മാറിയ കണ്ടോ? When you are sinning, you are falling into the grace of God. ചിലർ പ്രസംഗിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് don't worry about your sin. Don't keep that negativity in your mind. Don't be depressed. Keep smiling. Sin shall have no dominion over you. You are not under law but under grace. When you are sinning, you are falling into the grace. Anganalla. When you are sinning, you are falling from the grace. Because you are rebelling. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ സ്റ്റെപ്പുകൾ കയറാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ അപ്പൻ താഴേന്ന് ഈ കൈക്ക് പൊക്കി പിടിച്ചോണ്ട് പോവുക. ഈ കുഞ്ഞ് കയ്യെ കിടന്നോണ്ട് ബഹളം ഉണ്ടാക്കുകയെന്ന് വെച്ചു. ആരുടെ കുറ്റം അത്? അപ്പൻ പിടിക്കാത്തത് കൊണ്ടാണോ? അപ്പൻ പൊക്കിക്കൊണ്ട് പോകാൻ താല്പര്യമില്ലെങ്കിലാണോ? കുഞ്ഞിനതിന് മനസ്സില്ല.
അവൻ കിടന്ന് പിടപെട്ടും തല്ലി കയ്യിൽ നിന്ന് താഴെ വീണ് കാലും കയ്യിൽ തല്ലി ഓടിച്ചാൽ ആരുടെ കുറ്റം അത്? സോ മനഃപൂർവ്വം ഒരു വ്യക്തി പാപം ചെയ്യുകയാണെങ്കിൽ അവൻ കൃപയിൽ നിന്ന് വീഴുകയാണ്. കൃപയിലേക്കല്ല വീഴുന്നത്, കൃപയിൽ നിന്നാണ് വീഴുന്നത്. ഈ വാക്യം ഒന്ന് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ യുവജനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. You are not under law, but under grace. Yes, we know, we have no doubt that we are under grace. But not under law in what sense? നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്നാണ് നമ്മൾ കേൾക്കേണ്ടത്, അവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നോട്ട് അണ്ടർ ലോ ആസ് എ മീൻസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നമ്മളെ നീതീകരിച്ചത് ന്യായപ്രമാണമല്ല. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ വന്നതുകൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടത്, നമ്മൾ കൃപയിൽ വന്നതുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതലും ഈ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ചത് കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്. മനസ്സിലാക്കണമേ, ഞാൻ നീതീകരിക്കപ്പെട്ടത്, ഞാൻ മുമ്പേ പറഞ്ഞതുകൊണ്ട് ന്യായപ്രമാണമല്ല നമ്മുടെ ചെളി കളഞ്ഞത്. ചെളി ഉണ്ടെന്ന് കാണിച്ചതെന്നാണ് ന്യായപ്രമാണം. നിന്റെ മുഖത്ത് ഈ അഴുക്കിരിക്കുന്നെന്ന് കാണിച്ചതാണ് ന്യായപ്രമാണം. അതിനെ കഴുകിയതാരാണെന്നറിയാമോ? കൃപയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് യു ആർ നോട്ട് അണ്ടർ ദ ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യു ആർ നോട്ട് അണ്ടർ ദ ലോ ഇൻ മീൻസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നീ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ കീഴില. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. 2, യു ആർ നോട്ട് അണ്ടർ ലോ ആസ് എ കവനന്റൽ റിലേഷൻഷിപ്പ്. പഴയ നിയമത്തിലെ ജനം ദൈവം ഇതെന്റെ ദൈവമാണെന്ന് പറയണമെങ്കിൽ, ദൈവം പറയുക ഇതെന്റെ ജനമാണെന്ന് പറയണമെങ്കിൽ അവർ ന്യായപ്രമാണം അനുസരിക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമജനമായ നിങ്ങളും ഞാനും ഇതെന്റെ അപ്പനാണെന്ന് പറയണമെങ്കിൽ ആ അപ്പൻ പറയുകയാണ് ഇതെന്റെ മകനാണെന്ന് പറയുന്നത് നോട്ട് ബിക്കോസ് ഓഫ് ദ ലോ ബട്ട് ബിക്കോസ് ഓഫ് ദ ഗ്രേസ്. തൻ്റെ പുത്രനെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഐ ആം നോട്ട് അണ്ടർ ഗ്രേസ്. Sorry, I am not under the law, but under grace. Not under the law of my covenant relationship. Not under the law of my justification. I am under grace. I am under grace. I hope you understand. എനിക്ക് ഒത്തിരി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ നീതീകരണം സംബന്ധിച്ച് I am not under the law, but under grace. എൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് സംബന്ധിച്ച് I am not under the law, but under grace. Not under law as എ കണ്ടമിങ് അതോറിറ്റി. പഴയ നിയമത്തിലെ ന്യായപ്രമാണം കണ്ടം ചെയ്യുമായിരുന്നു, നമ്മളെ ശാപത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബിഫോർ ഫെയ്ത്ത് കെയിം ദ ലോ ഷട്ട് us അണ്ടർ ദ ലോ. വിശ്വാസം വരുന്നതിന് മുമ്പ് ന്യായപ്രമാണം നമ്മെ അടച്ച് 3:23 സെക്കൻഡ് പാർട്ട്. വിശ്വാസം വരുന്നതിന് മുമ്പേ കീഴെ അടച്ചിരുന്നു. നമ്മളെ കീഴെ അടച്ചിരുന്നു. ഈ വിശ്വാസം വരുന്നത് വരെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആകുന്നത് വരെ ന്യായപ്രമാണം നമ്മളെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ബേർഡനായിരുന്നു നമ്മുടെ മേൽ. മുമ്പേ പറഞ്ഞതുപോലെ പൗലോസ് പറഞ്ഞതുപോലെ, പൗലോസ് റോമാലേഖനം 7:25 പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഈ അടച്ചു പൂട്ടപ്പെട്ട ഒരു മനുഷ്യന്റെ നിലവിളിയാത്. എന്നാൽ 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നതെന്നറിയാമോ? ക്രിസ്തുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അല്ലേ? ആ സ്വാതന്ത്ര്യത്തിലേക്ക്, കൃപയിലേക്ക് താൻ കടന്നു വന്നു. അപ്പൊ കണ്ടമിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ ന്യായപ്രമാണം എനിക്ക് കാണുമ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു അതോറിറ്റി, ഒരു ഭാരം, ഒരു ഇമ്പോസിങ് എൻ്റെ മേലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് എൻ്റെ മേലില്ല. അതുകൊണ്ട് ഐ ആം നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ക്രൈസ്റ്റ്. പോയിന്റ് മനസ്സിലായോ സഹോദരങ്ങളെ? അപ്പോൾ ഐ ആം നോട്ട് അണ്ടർ ലോ ബട്ട് അണ്ടർ ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇൻ വാട്ട് സെൻസ്? ജസ്റ്റിഫിക്കേഷൻ. ന്യായപ്രമാണം മൂലമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ കൃപ മൂലമാണ് രക്ഷിക്കപ്പെട്ടത്. 2, എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ന്യായപ്രമാണത്തിലൂടെയല്ല, പിന്നെയോ കൃപയിലൂടെയാണ്. 3, ന്യായപ്രമാണത്തിന് എൻ്റെ മേൽ അധികാരമില്ല, കാരണം ഞാൻ കൃപയുടെ കീഴിലാണ്. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു കുഷ്ഠരോഗിക്ക് പറയാൻ പറ്റും, ഈ ബോർഡ് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും ഈ ബോർഡ് എനിക്ക് നോക്കണം, നോക്കിയിട്ടേ കിടന്ന് ഉറങ്ങാൻ പറ്റൂ. പക്ഷേ കുഷ്ഠരോഗമില്ലാത്ത ഒരു വ്യക്തിക്ക് അവൻ്റെ മുറിയിൽ ആ ബോർഡ് തൂക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ സഹോദരങ്ങളെ? കാരണം എന്നറിയാമോ? അവൻ്റെ ശരീരത്തിൽ ജീവനുണ്ട്.
ആത്മീയമായി പറഞ്ഞാൽ അവൻ കൃപയ്ക്ക് കീഴില്ല. അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ന്യായപ്രമാണം നമ്മളെ ഉപദേശിച്ച് തരികയാണ്. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ മുമ്പേ കേട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ന്യായപ്രമാണം എഴുതപ്പെട്ടിരിക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ കേട്ട വചനം എന്താണെന്നറിയാമോ? ന്യായപ്രമാണവും ദൈവത്തിൻ്റെ കൃപയും. ഹല്ലേലൂയ. ന്യായപ്രമാണവും ദൈവത്തിൻ്റെ കൃപയും. അതിന് രണ്ടിൻ്റെയും പ്രാധാന്യം എന്താണെന്ന്, ഇറ്റ് ഈസ് എ കോ പാർട്ട്നേഴ്സ്, ഇറ്റ് ഈസ് എ പാർട്ട്നേഴ്സ് ടു ലീഡ് us ടു ദ റിഡംഷൻ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ന്യായപ്രമാണം വിരൽ ചൂണ്ടുമായിരുന്നു നമ്മളെ. എന്നാൽ പുതിയ നിയമത്തിൽ നാം കൃപയുടെ കീഴിലേക്ക് വന്നപ്പോൾ ന്യായപ്രമാണം നമുക്ക് ദിശ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കൃപ നമ്മളെ ആ വഴിയിലൂടെ നടത്തുകയാണ്. പ്രൈസ് ഗാഡ്. ഇത് ഞാൻ എങ്ങനെ അനുസരിക്കുമെന്ന് ഓർത്ത് നമ്മൾ ഇന്ന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നറിയാമോ? നാം കൃപയ്ക്ക് കീഴിലേക്കാകുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് ബലപ്പെടുത്തും, നമ്മളെ അതിന് സഹായിക്കും. ഒരുവൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നത് നമുക്ക് സന്തോഷമായിട്ട് തോന്നും. അത് ഭാരമല്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു. ന്യായപ്രമാണം നമുക്ക് ഭാരമല്ലെന്ന്. പണ്ടത് ഭാരമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണം അബോളിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഓൺലി ദ സെറിമോണിയൽ ലോ വാസ് അബോളിഷ്ഡ്. യാഗത്തിൻ്റെ പ്രമാണങ്ങൾ, പൗരോഹിത്യം, ദേവാലയം, ശുദ്ധീകരണ നിയമങ്ങൾ, അതൊക്കെയാണ് ക്രിസ്തുവിൻ്റെ വരവോടുകൂടി, ക്രിസ്തു പരമയാഗമായി ക്രൂശിന്മേൽ തീർന്നതോടുകൂടി അബോളിഷ്ഡ് ആയത്. എന്നാൽ മോറൽ ലോ ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് through the scriptures in a higher standard. Because of the Holy Spirit, because of the grace in us, we can live a wonderful life than those saints who lived in the Old Testament. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.